ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 4 ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഈസ് ദർ എ വേ ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ കോയിൽ ഓഫ് വയർ. നമ്മൾ മുമ്പത്തെ എക്സ്പെരിമെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോയിൽ ഓഫ് വയർ അഥവാ ഒരു സർക്കുലർ കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ആ കറണ്ട് എപ്പോൾ നിൽക്കുന്നു അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വാനിഷ് ആവുന്നു അല്ലെങ്കിൽ ഇല്ലാണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചെയ്യാൻ പറ്റും. അതിനെ കാണിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ എക്സ്പെരിമെന്റ് നോക്കി, കണക്ട് എ കോയിൽ ഓഫ് വയർ ടു എ ബാറ്ററി ആൻഡ് എ ബെൽ സ്വിച്ച്. ഈ ഒരു കോയിൽ ഓഫ് വയർ അഥവാ ഈ സർക്കുലർ കോയില് രണ്ട് കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1.5 വോൾട്ടുള്ള ഒരു ബാറ്ററിയിലേക്കും അതുപോലെ തന്നെ ഒരു ബെൽ സ്വിച്ചിലേക്കും. അപ്പോൾ ഇവിടെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കോയിലേ ഇവിടെ ഉള്ളൂ, ഒരു ചുറ്റ് കണ്ട, നമ്പർ ഓഫ് ടേൺ എന്ന് പറയുന്നത് ഒറ്റ ചുറ്റ്. അപ്പോൾ ഹോൾഡ് ദ കോയിൽ നിയർ വൺ എൻഡ് ഓഫ് എ പയോവേറ്റഡ് മാഗ്നറ്റിക് നീഡിൽ. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവച്ചു. ഇനി നമ്മൾ സാധാരണ പറയുന്ന പോലത്തുള്ള എക്സ്പെരിമെന്റ് ആണ് ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്. ഈ ബെൽ സ്വിച്ച് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് അവിടെ ഒബ്സർവേഷൻ? ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അത് എല്ലാ എക്സ്പെരിമെന്റിലും അതുപോലെ തന്നെയാണ്. ഈ ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് നീഡിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി നൗ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. ഇവിടെ നമ്മൾ ഒരു കോയിൽ എടുത്തുള്ളെങ്കിൽ അടുത്ത എക്സ്പെരിമെന്റ് നോക്കിയേ, കുറച്ചധികം ചുറ്റില് നമ്മളിങ്ങനെ കോയിൽ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ 1.5 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു, അതുപോലെ ഒരു ബെൽ സ്വിച്ചിന് കണക്ട് ചെയ്തു. ഇനി ഈ ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിലും ഡിഫ്ലക്ട് ചെയ്യും. ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്ത പോലെയാണോ താഴത്തെ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുക? അല്ല, ഈ മാഗ്നറ്റിക് നീഡിൽ ഒന്ന് ഡിഫ്ലക്ട് ചെയ്തു, എന്നാൽ ഇത് മോർ ഡിഫ്ലക്ഷന് വിധേയമാവും. ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ടു മോർ ഡിസ്റ്റൻസ്, അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് കൊണ്ട് അവിടുത്തെ ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തു എന്നാണ് അതിനെ കാണിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് കൂടിയത് കൊണ്ടാണ് അത് മോർ ഡിസ്റ്റൻസിലേക്ക് ഡിഫ്ലക്ട് ചെയ്തത്. അപ്പൊ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക. ഒരു കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുന്നത് വഴി നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം. ഇനി വേറൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം. ഇവിടെ നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിയെന്ന്. ഇനി ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ 1.5 വോൾട്ട് ബാറ്ററിയിലേക്കാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന് പകരമായിട്ട് 3 വോൾട്ട് ബാറ്ററിയിലേക്ക് നമ്മൾ ഈ ഒരു സർക്കുലർ കോയിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് മാറി, ബാറ്ററി ഒന്ന് കൂട്ടിയിട്ടു കറണ്ട്, അപ്പൊ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൂടി. അപ്പോഴും എന്തായിരിക്കും? അവിടുത്തെ മാഗ്നറ്റിക് നീഡിൽ മോർ ഡിഫ്ലക്ഷന് വിധേയമാകും, അല്ലെങ്കിൽ ഒരുപാട് മോർ ഡിസ്റ്റൻസിലേക്ക് അത് ഡിഫ്ലക്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? അതിലൂടെ ഈ സർക്കുലർ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂടി. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. എന്താണ്? ഒന്ന് നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴും. ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ കാര്യങ്ങൾ. ഒരു ബോക്സിലുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ്. ഒരു കണ്ടക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ആ ചുറ്റ് കൂടുമ്പോൾ എന്തൊക്കെ കൂടും? ഒന്ന് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. ആ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. അതിനാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ആ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്ന മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ആ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടക്ടർ ഡിഡ് നോട്ട് ഇൻക്രീസ്. അതായത് ഇതിൽ കുറേ ടേൺസ് ഉണ്ടല്ലോ, അതിൽ ഒരു ടേൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യില്ല. ഓവറോൾ ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഒരു ടേണിന് മാത്രമായിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കൂടാൻ പോകുന്നില്ല. ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഹൗ ക്യാൻ വി യൂട്ടിലൈസ് ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസിങ് കോയിൽ ഓഫ് വയർ? ഒരു കോയിൽ ഓഫ് വയറിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് കൊടുക്കാൻ നോക്കി. അപ്പോൾ അവിടെ എന്തുണ്ടാവും? നമുക്കറിയാം അവിടെ മാഗ്നറ്റിക്
ഫീൽഡ് ക്രിയേറ്റ് ആവും. ഇതാണ് ഈ പാഠത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു കോയിൽ ഓഫ് വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ടെമ്പററി ആണോ അതോ പെർമനന്റ് ആണോ? നമുക്കറിയാം ഈ ഇതിലൂടെ ഈ കോയിൽ ഓഫ് വയറിൽ കൂടെ എപ്പോൾ കറണ്ട് ഇല്ലാണ്ടാവുന്നു അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും ഇല്ലാണ്ടാവും. അപ്പൊ അതൊരു ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ചോദിക്കട്ടെ, ഈ കോയിൽ ഓഫ് വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ആ ഉണ്ടാവുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അഥവാ ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് താൽക്കാലികമായിട്ടുള്ളതായതുകൊണ്ട് നമുക്കതൊരു ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു PVC പൈപ്പ് എടുത്തു. ഇതിൽ 2 മീറ്റർ ഉള്ള ഒരു ചെമ്പ് കമ്പി ആ PVC പൈപ്പിന് മുകളിൽ ചുറ്റാണ്. അപ്പൊ ചുറ്റി നമ്മൾ ആ PVC പൈപ്പിൽ നിന്ന് ആ ചെമ്പ് കമ്പി പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഒരു സംഭവം കിട്ടും. ഇനി 2 മീറ്റർ ഉള്ള ഒരു ചെമ്പ് കമ്പിയാണ് നമ്മൾ ഇവിടെ ചുറ്റിയത്. ഇനി അടുത്തത് 4 മീറ്റർ വരുന്ന ഒരു ചെമ്പ് കമ്പി ഇതേപോലെ PVC പൈപ്പിന് മുകളിൽ ചുറ്റുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഒരു കോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡിന് ഒരു സ്പൈറൽ ഷേപ്പാണ്, സ്പൈറൽ ആകൃതിയിലാണ് ഈ സോളിനോയിഡ് ഇരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് ഒരു ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. താൽക്കാലികമായിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് ഈ സോളിനോയിഡ് എന്ന് പറയുന്നത്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. കറണ്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടി ഇല്ലാണ്ടാവുന്നു. അപ്പൊ അതൊരു ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടാ, സോളിനോയിഡ് എന്ന് പറഞ്ഞത് ഒരു ടെമ്പററി ആണോ പെർമനന്റ് മാഗ്നറ്റിന് എക്സാമ്പിൾ ആണോ? അതെപ്പോഴും ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആയിരിക്കും. ഇനി സെന്റേഴ്സ് ഓഫ് ഓൾ ടേൺസ് ലൈ ഓൺ ദ സെയിം സ്ട്രൈറ്റ് ലൈൻ. ഇതിന്റെ എല്ലാ ടേൺസിന്റെയും സെന്റേഴ്സ് ലൈ ചെയ്യുന്നത് ഒരേ നേർരേഖയിലായിരിക്കും. ഇതാണ് പോയിന്റ്. അപ്പൊ ഇത്രയും പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 2 മീറ്റർ ഉള്ളൊരു ചെമ്പ് കമ്പി വെച്ചിട്ട് നമ്മളൊരു സോളിനോയിഡ് ഉണ്ടാക്കി. അതുപോലെ 4 മീറ്റർ ഉള്ളൊരു ചെമ്പ് കമ്പി വെച്ചിട്ട് നമ്മളൊരു സോളിനോയിഡ് ഉണ്ടാക്കി. അപ്പൊ അത് വെച്ചിട്ടാണ് 2 എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ 2 മീറ്റർ ഉള്ള ഈ ചെമ്പ് കമ്പി നമ്മൾ എന്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു? ഒരു ബാറ്ററിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9 വോൾട്ട് ബാറ്ററിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ബെൽ സ്വിച്ചിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു ഒബ്സർവ് വെൻ യു ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്? ഈ ഒരു പിക്ചറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതിന് ചുറ്റായിട്ട് മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഈ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്യും, അവിടെ ഡിഫ്ലക്ഷന് വിധേയമാകും. അറിയാലോ, അത് നമുക്ക് സാധാരണ പറയണ പോലെ തന്നെ. ഇനി ഈ ഒരു എക്സ്പെരിമെന്റ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. 4 മീറ്റർ ഉള്ള ഒരു ചെമ്പ് കമ്പി ചുറ്റിയിട്ട് നമ്മൾ എടുത്ത സോളിനോയിഡ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിനെയും ഒരു 9 വോൾട്ട് ബാറ്ററിയിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു ബെൽ സ്വിച്ചിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് ചുറ്റും മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത് ഇതേപോലെ ആയിരിക്കുമോ? അല്ല, ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇവിടുത്തെ 2 മീറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ 4 മീറ്റർ കമ്പി നമ്മൾ ചുറ്റിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്പർ ഓഫ് ടേൺസ് കൂടി. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ ഡിഫ്ലക്ഷനും കൂടും, അത് മോർ ഡിസ്റ്റൻസിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരുന്ന 2 കാര്യങ്ങളാണ്. നന്നായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടുത്തെ 2 മീറ്റർ പോലെയല്ല ഇവിടുത്തെ 4 മീറ്റർ. ഇവിടുത്തെ 4 മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിലത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടി, അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത് increase ചെയ്തു. What is the reason? Because the number of turns in the second solenoid is greater than that of the first. അല്ലെ, സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് ആദ്യത്തിനേക്കാളും കൂടുതൽ. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്തൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇൻക്രീസ് ദ കറണ്ട് ത്രൂ എ സോളിനോയിഡ്. നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഒരു സോളിനോയിഡിൽ കൂടെ കറണ്ട് കൂട്ടാണെങ്കിൽ എന്തുണ്ടാവും? ഡിഫ്ലക്ഷൻ. മാഗ്നറ്റിക് കോമ്പസിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത് കൂടാണോ കുറയാണോ ചെയ്യുക? അതെപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടിയാലും ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ഒഴുക്കുന്നത് കൂടിയാലും അവിടുത്തെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുക. 2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ചു. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി, അതുപോലെ തന്നെ കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂട്ടിയപ്പോഴും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കിയേ. പ്ലേസ് എ പീസ് ഓഫ് സോഫ്റ്റ് അയോൺ. ഒരു പച്ചിരുമ്പ് നമ്മൾ ഇതേപോലെ ഇതിന്റെ ഉള്ളിലായിട്ട്, ഈ സോളിനോയിഡിന് ഉള്ളിലായിട്ട് വെക്കുകയാണ്. ടേൺ ഓൺ ദ ബെൽ സ്വിച്ച്. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ ഒരു ബെൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് അവിടുത്തെ ഒബ്സർവേഷൻ? നമുക്കറിയാം
ദ ഡിഫ്ലക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. ഈ സോഫ്റ്റ് അയൺ കോർ അഥവാ ഒരു പച്ചിരുമ്പ് ഈ സോളിന്റെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ചാലും അവിടുത്തെ ഡിഫ്ലക്ഷൻ കൂടും. അതും അവിടുത്തെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാലും എന്താ പറയാ ഡിഫ്ലക്ഷൻ കൂടും. ഇനി വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. പ്ലേസ് എ സോഫ്റ്റ് അയൺ കോർ വിത്ത് എ ലാർജർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ ഒരു പച്ചിരുമ്പ് പോലെയല്ല, ഇതിന്റെ ഏരിയ പരപ്പളവ് ഒന്നുകൂടി കൂടിയിട്ട് കുറച്ചും കൂടി വലിയ ഒരു പച്ചിരുമ്പ് നമ്മൾ ഇതിലൂടെ കയറ്റി വെച്ചാലും ഇതിന്റെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? ഒന്നുകൂടി കൂടും. ദ ഡിഫ്ലക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് സ്റ്റിൽ മോർ. അതായത് ഇതിനേക്കാളും കുറച്ചുകൂടി ഡിഫ്ലക്ഷൻ ഈ ഒരു ഇതിന് കൂടും. അതായത് ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ പച്ചിരുമ്പിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, അതിന്റെ കാര്യം നമ്മൾ എന്താ പഠിച്ചത്? ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇന്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, പ്രസൻസ് ഓഫ് എ സോഫ്റ്റ് അയൺ കോർ, ഒരു സോഫ്റ്റ് അയൺ കോർ കൊണ്ടുവച്ചാലും അവിടുത്തെ ഡിഫ്ലക്ഷൻ കൂടും. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ, ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ പരപ്പളവ് കൂട്ടിയാലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. നോക്കിയേ, ഇഫ് ദ കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് അറ്റ് ദ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ്, ഒരു സോളിനോയിഡിന്റെ ഒരു അറ്റത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. വാട്ട് വിൽ ബി ദ പൊളാരിറ്റി അറ്റ് ദാറ്റ് എൻഡ്? അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ സോളിനോയിഡിന്റെ ആ എൻഡിലുള്ള പൊളാരിറ്റി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? അത് സൗത്ത് പോൾ ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ പൊളാരിറ്റി അല്ലെങ്കിൽ ആ എൻഡിലുള്ള പൊളാരിറ്റി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ഇനി വാട്ട് അബൌട്ട് ദ എൻഡ് ഇൻ വിച്ച് കറണ്ട് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞത് ക്ലോക്കിന് നേരെ ഓപ്പോസിറ്റ് പോകുന്ന ആ ഡയറക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ എൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ പൊളാരിറ്റി അല്ലെങ്കിൽ ആ എൻഡിന്റെ പൊളാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ഇങ്ങനെ വരാണെങ്കിൽ സൗത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് ആയിരിക്കും. ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടുത്തെ പൊളാരിറ്റി എങ്ങനെയായിരിക്കും? അത് സൗത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടുത്തെ ആ എൻഡിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞത് നോർത്ത് പോൾ ആയിരിക്കും. ഇനി ഇഫ് യു ഹോൾഡ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്, ഒരു റൈറ്റ് ഹാൻഡിൽ ഈ ഒരു പിക്ചർ തന്ന പോലെ തന്നെ ഈ റൈറ്റ് ഹാൻഡിൽ നമ്മളൊരു സോളിനോയിഡ് എടുക്കുകയാണെങ്കിൽ ഇൻ സച്ച് എ വേ ദാറ്റ് യുവർ 4 ഫിംഗേഴ്സ് കേൾ ദ കോയിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അതായത് ഈ 4 വിരലുണ്ടല്ലോ, ഈ വിരലുകൾ നമ്മളിങ്ങനെ എൻസർക്കിൾ ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ 4 വിരല് റെപ്രസെന്റ് ചെയ്ത് കറണ്ടിന്റെ ഡയറക്ഷനാണ്. നമ്മൾ നേരത്തെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കരുത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നന്നേ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പിക്ചർ പഠിച്ചാൽ മതി. അപ്പോൾ ഈ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ഈ 4 പേരിൽ സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷനാണ് എങ്കിൽ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് നോർത്ത് പോളാണ്. സോളിനോയിഡിന്റെ നോർത്ത് പോളിനെയാണ് ഈ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഈ 4 ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനാണ്. ഇതും റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും തെറ്റിപ്പോകരുത് കേട്ടോ. Write down the factors that influence the magnetic strength of the current carrying solenoid. ഒരു സോളിനോയിഡിന്റെ, ഒരു കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻക്രീസസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് നമ്മളിവിടെ കൂട്ടുക. പ്രസൻസ് ഓഫ് എ സോഫ്റ്റ് അയൺ കോർ, ഒരു പച്ചിരുമ്പ് കൊണ്ടുവച്ചാൽ അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാം. അതുപോലെ തന്നെ ഈ കൊണ്ടുവച്ചിരിക്കുന്ന സോഫ്റ്റ് അയണിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാം. ഈ 4 കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക. ഈ 4 കാര്യം തെറ്റിപ്പോകരുത്. ഇത് പരീക്ഷയ്ക്ക് വരാൻ വളരെ ചാൻസ് ഉള്ള 4 ഫാക്ടേഴ്സ് ആണ്. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റ് ആർ ഡിവൈസസ് ദാറ്റ് ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഈ ഡിവൈസസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രിസിറ്റി വെച്ചിട്ട്
മാഗ്നറ്റിസം എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത്തരം ഡിവൈസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.